നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആയുർവേദ ചികിത്സാ രീതികളുടെ തനിമ ഒട്ടും ചോരാതെ ഈ പ്രവാസ ലോകത്ത് അവതരിപ്പിച്ച് ശ്രദ്ധേയ സാന്നിധ്യമാവുകയാണ് ഒരു മലയാളി ഡോക്ടർ കാവേരി. ആയുർവേദ ചികിത്സാ രീതികളുടെ സൗന്ദര്യം ഇവിടെ പ്രവാസ ലോകത്ത് പലരുടെയും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്. ആയുർവേദമെന്നാൽ യുഎയിലെ സ്വദേശികളുടെയും പ്രവാസികളുടെയും മനസ്സിൽ ആദ്യമെത്തുന്ന മുഖം ഇതാണ്. ഡോക്ടർ കാവേരി വസന്തറാം. ആയുർവേദ ചികിത്സയ്ക്ക് യുഎയുടെ മണ്ണിൽ വേരുറപ്പിക്കാനും സ്വദേശികൾക്കടക്കം ഇന്ന് ആയുർവേദ ചികിത്സാ രീതികളുടെ മേന്മ കൃത്യമായി മനസ്സിലാക്കി നൽകുന്നതിലും ഈ കൊല്ലം സ്വദേശിനി വഹിച്ച പങ്ക് ചെറുതല്ല. യുഎയിലെ മണ്ണിൽ ഇന്ത്യൻ ചികിത്സാ രീതികൾക്കുള്ള വലിയ മേൽവിലാസമാണ് ഇന്ന് ഡോക്ടർ കാവേരിയും ആയുർധാര ആയുർവേദിക് സെന്ററും ഡോക്ടർ കാവേരി ആയുർവേദിക് സെന്ററും. ഡോക്ടർ കാവേരി ഇതുവരെ നടന്ന വഴികളെല്ലാം വ്യത്യസ്തമായിരുന്നു. അതുതന്നെയാണ് ഡോക്ടർ കാവേരിയുടെ വിജയരഹസ്യവും. യാദൃച്ഛികമായാണ് ആയുർവേദത്തിന്റെ ലോകത്തേക്ക് താൻ എത്തിയതെന്നും അന്ന് ആയുർവേദത്തെ ക്ഷമയോടെ പൂർണ്ണ അർത്ഥത്തിൽ താൻ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇതിലെ അത്ഭുതങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞതെന്നും കാവേരി പറയും. ഇതുതന്നെയാണ് തന്റെ മുന്നിലെത്തുന്ന എല്ലാവരോടും ഡോക്ടർ കാവേരി പറയുന്നതും. ആദ്യം ആയുർവേദത്തെ ഒന്ന് അടുത്തറിയാനുള്ള ക്ഷമ കാണിക്കുക. അത്ഭുതങ്ങൾ പുറകെ വരുന്നത് അനുഭവം തെളിയിക്കും. ക്ഷമയില്ല. അപ്പോൾ ഓരോ കേസ് പറയുകയാണെങ്കിൽ ഒരു പേഷ്യൻ്റ് പാരാലിസിസ് വന്നു, അവർ അലോപ്പതിയിലും എല്ലാം പോയി. അപ്പോൾ അവർക്ക് അവിടെ നിന്നൊന്നും റിസൾട്ട് കിട്ടാതെ വന്നപ്പം ക്ഷമ വന്നു. അന്നേരമാണ് ആയുർവേദത്തെ സമീപിക്കുന്നത്. ആയുർവേദത്തിൽ നമുക്ക് ഇപ്പോൾ ഒരെണ്ണം ചെയ്താൽ നാളെ റിസൾട്ട് ഉണ്ടാവില്ല. പക്ഷേ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു ചികിത്സയാണ് ആയുർവേദത്തിൽ ചെയ്യുന്നത്. ഞങ്ങൾ പഠിക്കാൻ നേരം പദാർത്ഥ വിജ്ഞാനം എന്നൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. അതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ പറഞ്ഞാൽ യുക്തിസ്യ യോജനാത്. ആയുർവേദം പഠിച്ചു കഴിഞ്ഞാൽ എവിടെ എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞു തരുന്നത്. അത് അന്ന് മനസ്സിലായില്ല, പക്ഷേ ഇന്ന് പ്രാക്ടിക്കൽ ഫീൽഡിൽ വന്നപ്പം ശരിക്കും മനസ്സിലായി. ഓരോ അസുഖങ്ങൾ ചിലപ്പം നമുക്ക് കറക്റ്റ് അസുഖത്തിലോട്ട് എത്തണമെങ്കിൽ ഒരു ആവരണം ഉണ്ടായിരിക്കും. അതിനെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ കറക്റ്റ് അസുഖത്തിലോട്ട് എത്താൻ പറ്റൂ. അതാണ് പലപ്പോഴും കാലതാമസം വരുന്ന ചില ചികിത്സകൾക്ക്. ഇപ്പം ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇപ്പം കറക്റ്റ് ഒരു സെർവൈക്കൽ സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ ലംബാ സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ സ്പോണ്ടിലൈറ്റിസ് പല കേസ് വരുമ്പോഴും അവിടെ നീർക്കെട്ട് എന്ന് പറഞ്ഞ വില്ലൻ നിൽപ്പുണ്ട്. അതിനെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു കടിവസ്തിയോ അല്ലെങ്കിൽ ഗ്രീവാവസ്തിയോ അങ്ങനെയുള്ള ചികിത്സയിലോട്ട് പോയി അവിടെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അപ്പം ആ ഒരു കാലതാമസം ആയുർവേദത്തിൽ എടുക്കുന്നുമുണ്ട്. എങ്ങനെ പോയാലും ആയുർവേദത്തിന് അതിൻ്റേതായൊരു ഗുണമുണ്ട്. അത് ജനങ്ങൾ മനസ്സിലാക്കാനുള്ള കാലതാമസമേ ഉള്ളൂ. ഇതാണ് ഡോക്ടർ നൽകുന്ന ആദ്യ പാഠം. ക്ഷമയോടെ സമീപിച്ചാൽ ജീവിതത്തിന്റെ വഴി മാറുന്നത് നേരിട്ടറിയാനുള്ള അവസരം. കഴിഞ്ഞ 15 വർഷത്തിനിടെ നാട്ടിലും പിന്നീട് ദുബായ് കരാമയിലെ ആയുർധാര ആയുർവേദിക് സെന്ററിലും ഇപ്പോൾ ദുബായ് ബർഷയിലെ ഡോക്ടർ കാവേരി ആയുർവേദിക് സെന്റർ എന്ന തന്റെ പുതിയ ശാഖയിലും തന്നെ തേടിയെത്തുന്ന ആളുകൾക്ക് ആദ്യം ഡോക്ടർ ഈ രഹസ്യം പകർന്നു നൽകും. പിന്നീട് അസുഖം മാറി പുഞ്ചിരിയോടെ തിരികെ മടങ്ങുന്നതുവരെ കൂടെയുണ്ടാകും ഡോക്ടർ കാവേരി. ഇത്തരത്തിൽ അധികമാരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ആയുർവേദത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം പ്രവാസികളുടെ ജീവിതത്തിൽ ഇവിടെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ് ഡോക്ടർ കാവേരിയിലൂടെ.
എന്നുള്ളത് പലരിൽ നിന്നും വിട്ടുമാറിപ്പോകുന്നുണ്ട്. ഇപ്പോൾ ആയുർവേദത്തിൽ പഠിക്കാൻ പോയപ്പോൾ ആയുർവേദത്തെ കൂടുതൽ അടുത്തറിഞ്ഞുകൊണ്ടാണ് അതിൽ പോസ്റ്റ് ഗ്രാജുവേഷനും കൂടി ഞാൻ എടുത്തത്. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷനിലാണ് നമ്മൾ അതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ എങ്ങനെയാണ് അത് നമ്മുടെ ശരീരത്തിൽ ഫലപ്രദമാകുന്നതെന്ന് കൂടുതൽ പഠിക്കാനും കൂടെ പറ്റി. ആദ്യമേ വലിയ ഇൻട്രസ്റ്റോടല്ല ആയുർവേദത്തിന് ഞാൻ പോയത്. പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആയുർവേദത്തിൽ പറയുന്നത്. ഒരാൾ എത്ര മണിക്ക് എഴുന്നേൽക്കണം, അല്ലെങ്കിൽ നമുക്കൊരു ദഹന പ്രശ്നമുണ്ടെങ്കിൽ നമ്മളിൽ എന്തൊക്കെ ഉണ്ടാവും. നമ്മൾ വീട്ടിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് എന്തിനാണെന്ന് ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ദഹനത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പം നമ്മുടെ ദഹനം ശരിയാണെങ്കിൽ ഒരു അസുഖങ്ങളും നമ്മളെ ബാധിക്കത്തില്ല. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ആയുർവേദം പഠിച്ചപ്പോഴാണ് നമ്മൾ കാണുന്ന കാര്യങ്ങൾ പല നമ്മുടെ മുതിർന്നവർക്ക് പറഞ്ഞു തരാൻ അറിയില്ലായിരുന്നു. പഠനശേഷം നാട്ടിലെ ആശുപത്രിയിലെ തിരക്കിട്ട ജോലികൾക്കിടയിലാണ് ഡോക്ടർ കാവേരി വർഷങ്ങൾക്ക് മുൻപ് UAE-യിലെത്തുന്നത്. ഇവിടെ എത്തിയ ശേഷമാണ് ആയുർവേദ ചികിത്സാരംഗത്ത് ഈ നാട്ടിൽ തനിക്ക് ഏറെ പ്രവർത്തിക്കാനുണ്ടെന്ന് മനസ്സിലായത്. പിന്നീട് അങ്ങോട്ട് ഒറ്റയാൾ പോരാട്ടമായിരുന്നു. സ്വദേശികൾക്കും പ്രവാസികൾക്കും യഥാർത്ഥ ആയുർവേദ ചികിത്സയുടെ ഗുണങ്ങൾ അനുഭവത്തിലൂടെ തെളിയിച്ചു നൽകി ഡോക്ടർ കാവേരി. നാട്ടിലെയും UAE-യിലെയും കാലാവസ്ഥയിലടക്കമുള്ള പ്രത്യേകതകൾ പഠിച്ചറിഞ്ഞായിരുന്നു ഡോക്ടറുടെ ചികിത്സ. അതുതന്നെയാണ് ചികിത്സ തേടിയെത്തിയ ഓരോരുത്തർക്കും രോഗമുക്തി നേടി പുഞ്ചിരിയോടെ സാധാരണ ജീവിതം നയിക്കാനുള്ള അവസരമൊരുക്കിയതും. ആയുർവേദം കഴിഞ്ഞ് ഞാൻ ഉടനെ പോസ്റ്റ് ഗ്രാജുവേഷൻ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പ്രാക്ടിക്കലി ക്ലിനിക്കൽ ഫീൽഡ് തന്നെ താല്പര്യമുള്ളതുകൊണ്ട് കായ ചികിത്സ എന്ന് പറയും, ജനറൽ മെഡിസിൻ ആണ് ഞാൻ എടുത്തത്. അപ്പോൾ നമുക്ക് എല്ലാ മേഖലയിലുള്ളത് പഠിക്കണം. ഇപ്പോൾ ആയുർവേദത്തിൽ തന്നെ പല ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഈവൻ നമ്മുടെ ഗൈനക്കോളജി പോലും ഉണ്ട്. അപ്പോൾ ആ ഒരു നല്ലൊരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് എനിക്ക് കിട്ടിയതും. പാലക്കാട് അഹല്യയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. അത് കൗമാരവൃത്യം എന്ന് പറയും, കുട്ടികളുടെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അവിടെ ഞങ്ങൾ ക്യാമ്പും കാര്യങ്ങൾക്കൊക്കെ പോകുന്നതുകൊണ്ട് ഒരുപാട് കേസസ് നമ്മൾ വെറുതെ ഇരുന്നിട്ടില്ല. ഒരുപാട് പേഷ്യൻസിനെ കാണാനും നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ വേണ്ടുന്നത് ഒരുപാട് കേസസ് കാണുക, ഒരുപാട് പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യുക. അതനുസരിച്ച് നമ്മൾ പഠിച്ചത് നമുക്ക് പ്രാക്ടിക്കലി ഉപയോഗിക്കാൻ പറ്റും. അവിടെ നിന്ന് അത്രയും പീക്ക് നിൽക്കുമ്പോഴാണ് ഞാൻ UAE-യിലോട്ട് വരുന്നത്. UAE വന്നു കഴിഞ്ഞപ്പം നാട്ടിലെ ഡോക്ടർമാർക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് കിട്ടാത്തൊരു സ്ഥലമാണ്. ഒരുപക്ഷെ ആയുർവേദത്തിൻ്റെ മൂല്യങ്ങൾ അറിയാത്തത് കൊണ്ടായിരിക്കാം. ആദ്യമേ എനിക്കും ബുദ്ധിമുട്ടായിരുന്നു. നാട്ടിലെ ഒരു രീതിയേ അല്ല ഞാൻ ഇവിടെ കണ്ടത്. അപ്പം ആ ഒരു രീതിയിൽ നിന്നും നമുക്ക് നാട്ടിലെ പോലെ ഒരു ഡോക്ടറുടെ കൺസെപ്റ്റിൽ തിരിച്ച് ജനങ്ങളെ കൊണ്ടുവരാൻ എനിക്ക് പറ്റി. ഇത്തരത്തിലുള്ള എത്രയെത്ര അനുഭവങ്ങൾ. വന്ധ്യത, PCOD, ഡിറ്റോക്സ് തെറാപ്പി, ശരീരഭാര നിയന്ത്രണം, പ്രമേഹം, പൈൽസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, പുറംവേദന, മൈഗ്രെയിൻ തുടങ്ങി വിവിധ തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ജീവിതശൈലീ രോഗങ്ങൾക്കും ഇന്ന് ഡോക്ടർ കാവേരിയുടെ പക്കൽ പ്രതിവിധിയുണ്ട്. അതിനാൽ തന്നെ പ്രവാസികൾക്ക് പുറമെ UAE-യിലെ സ്വദേശികളാണ് ഇന്ന് ഡോക്ടറെ തേടിയെത്തുന്നവരിൽ മുന്നിൽ. നാട്ടിലെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരാവസ്ഥയല്ല UAE-യിലുള്ളത്. പൊതുവേ നമ്മൾ കൂടുതലും AC-യിലാണ് ഇരിക്കുന്നത്.
ജനറലി നമ്മുടെ ബോഡിയിൽ ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്. അത് ആ സർക്കുലേഷൻ ഇഷ്യൂ കൊണ്ടാണ്. കൂടുതലും ഇവിടെ ഉള്ള ആൾക്കാർ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്. നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അയലത്തെ വീട് അല്ലെ ബസ് സ്റ്റോപ്പ് ഒന്ന് കുറച്ച് നടക്കുമെങ്കിലും ചെയ്യും. ഇവിടെ നമ്മൾക്ക് ലിഫ്റ്റ്, എസ്കലേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് ബോഡി അധികം അനങ്ങുന്നില്ല. സർക്കുലേഷൻ ഇഷ്യൂ നല്ലോണം ഉണ്ട്. അപ്പോൾ നാട്ടിൽ വർക്ക് ചെയ്തതിൽ നിന്നും ചികിത്സാ രീതിയിലും മാറ്റം വരണമെന്ന് എനിക്കിവിടെ പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ മനസ്സിലായ ഒരു സത്യമാണ്. അതിനുശേഷമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടുത്തെ ശരീര രീതി അനുസരിച്ചുള്ള ചികിത്സാ രീതി ഞാൻ കൊണ്ടുവന്നത്. പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ പേഷ്യൻസിൻ്റെ സംശയങ്ങൾ തീർത്തു കൊടുത്തു, അവർക്ക് വിശ്വാസം വരുന്ന രീതിയിൽ ചികിത്സകൾ പ്രൊവൈഡ് ചെയ്തു. അതുതന്നെയാണ്. ഈവൻ പലരും മടിക്കുന്നൊരു മേഖലയായിരുന്നു ഇൻഫെർട്ടിലിറ്റി. ഒരു ഓവറിയുമായിട്ടൊരു ലേഡി വന്നതാണ്. അവരുടെ ആദ്യത്തെ കുഞ്ഞുണ്ടായിട്ട് 10 വർഷത്തിൽ മേലെയായി. അവരിനി പ്രഗ്നൻ്റ് ആവുകയില്ല. അവരുടെ പീരിയഡ്സിൻ്റെ സൈക്കിളിനെ പറ്റി അവർക്ക് അറിവില്ല. ഒന്നുമില്ലാത്തവരെ എഡ്യൂക്കേറ്റ് ചെയ്തു, മെഡിസിൻസ് കൊടുത്തു. അവർ പ്രഗ്നൻ്റായി കുഞ്ഞിനെയും കൊണ്ട് വന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിരുന്ന മുഹൂർത്തം. അതിനുശേഷം നിരവധി പേഷ്യൻസ്, ഇപ്പോൾ 17ഓളം കുഞ്ഞുങ്ങൾ ഈ UAE-യിൽ മലയാളികൾ പല രാജ്യക്കാരടക്കം എൻ്റെ ചികിത്സയിൽ കുഞ്ഞുങ്ങളുണ്ടായവരുണ്ട്. ഓരോരുത്തരോടും പുഞ്ചിരിയോടെ സ്നേഹപൂർവ്വം ഇടപെട്ട് ഡോക്ടറുടെ യാത്ര തുടരുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ സംതൃപ്തിയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു വെക്കുന്നു ഡോക്ടർ. ദീർഘധാരയാണ് എൻ്റെ ഫസ്റ്റ്. ഇപ്പം നമ്മുടെ പേഷ്യൻസിൻ്റെ നിർബന്ധപ്രകാരമാണ് ഞങ്ങൾ ബർഷയിലും കൂടെ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തത്. അത് ഡോക്ടർ കാവേരി ആയുർവേദിക് സെൻറ്റർ. ദോഷമാണ് അന്യ നാട്ടിൽ നിന്ന് വന്ന് അവർ തരുന്നൊരു അക്സെപ്റ്റൻസ് വളരെ വളരെ സന്തോഷമാണ്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തി, ആദ്യമേ എടുത്ത് കാല് നിലത്ത് വെക്കാൻ പോലും പറ്റാത്തൊരു വ്യക്തി നടന്നു പോകുന്നത് തിരിച്ച് കണ്ടപ്പോൾ അവരത് പറയാൻ വേണ്ടി വന്നപ്പോഴൊക്കെ വളരെ സന്തോഷം തോന്നി. ഇതാണ് നമ്മുടെ സക്സസ്. ആടുജീവിതം എന്ന സിനിമയും അതിലെ നജീബ് എന്ന കഥാപാത്രം നേരിട്ട ദുരനുഭവങ്ങളുമാണ് എങ്ങും ചർച്ചാ വിഷയം. എന്നാൽ നജീബിനെ പോലെ ദുരിതപർവം താണ്ടിയ മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളെ ഇത്തരത്തിലുള്ള ആടുജീവിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു മലയാളിയുണ്ട് ഇങ്ങ് റിയാദിൽ. സിദ്ദിഖ് തുവൂരിനെ ഓരോ മലയാളിയും അറിയണം. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകളാണ്. ആടുജീവിതം എന്ന തൻ്റെ നോവലിൽ ആമുഖമായി ബെന്യാമിൻ കുറിച്ചിട്ട മനോഹരമായ വരികളാണിത്. അത്രത്തോളം തീവ്രത നിറഞ്ഞ നജീബിൻ്റെ മരുഭൂമിയിലെ ജീവിതാനുഭവങ്ങളാണ് ബെന്യാമിൻ്റെ ആ വരികൾക്ക് പ്രചോദനം. എന്നാൽ അതുപോലെയോ അല്ലെങ്കിൽ അതിലേറെയോ യാതനകൾ താണ്ടിയ മലയാളികൾ ഉൾപ്പെടെ 60ഓളം പേരുടെ തീക്ഷ്ണമായ ആടുജീവിത കഥകൾ നേരിട്ട് കണ്ടും കേട്ടുമുള്ള അനുഭവങ്ങളുള്ള ഒരു മനുഷ്യനാണിത്. മലപ്പുറം തൂവൂർ കിഴിശ്ശേരി സ്വദേശിയായ സിദ്ദിഖ്. മണ്ണാർക്കാട് ഗവൺമെന്റ് കോളേജിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷമാണ് 2003 സിദ്ദിഖ് റിയാദിൽ എത്തുന്നത്. റിയാദിൽ പ്രവർത്തിക്കുന്ന നാട്ടുകൂട്ടായ്മയായ തുവൂർ അസോസിയേഷനിലൂടെയാണ് പൊതുരംഗത്തേക്കുള്ള പ്രവേശനം. ആദ്യകാലങ്ങളിൽ തൊഴിലിടങ്ങളിൽ പ്രയാസം നേരിടുന്ന മനുഷ്യരുടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കൊറോണ കാലത്ത് പലരും പുറത്തേക്കിറങ്ങാൻ പോലും മടിച്ചു നിന്നപ്പോൾ ദേശഭാഷാ ഭേദമന്യേ ആയിരക്കണക്കിന് പ്രവാസികളെ ആശുപത്രി മുതൽ ശ്മശാനം വരെ അനുഗമിച്ചത് സിദ്ദിഖായിരുന്നു. സംഭവ ബഹുലമായിരുന്നു പിന്നീട് അങ്ങോട്ട്.
മണ്ണാർക്കാട് കല്ലടി കോളേജിൽ പഠിക്കുന്ന സമയത്താണ് NCCയിൽ ജോയിൻ ചെയ്ത് വളണ്ടിയറിങ് തുടങ്ങിയത്. 2003 ഏപ്രിൽ 1-ാം തീയതിയാണ് സൗദി അറേബ്യയിൽ എത്തുന്നത്. അതിനുശേഷം 2009 തൂർ ഏരിയ വെൽഫെയർ അസോസിയേഷൻ രൂപീകരിക്കുകയും അതിൽ ആദ്യമായിട്ടൊരു മെഡിക്കൽ കേസാണ് റിപ്പോർട്ട് ചെയ്തത്. തയ്യിൽ പാപ്പുട്ടി എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ സുമേഷ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു ICU വാർഡിൽ കിടക്കുന്ന ഒരു മെഡിക്കൽ കേസായിരുന്നു. അദ്ദേഹത്തെ ഞങ്ങളെല്ലാവരും ഇടപെട്ടുകൊണ്ട് നാട്ടിലേക്ക് എത്തിക്കുകയും നാട്ടിൽ പോയി 27 ദിവസം കഴിഞ്ഞ് ആളെ മരണപ്പെടുകയും ചെയ്തു. അതൊരു സ്ട്രെച്ചർ കേസ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഒരു മെഡിക്കൽ കേസിൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം തൂർ ഏരിയ വെൽഫെയർ അസോസിയേഷൻ വഴി തന്നെ ഒരു ഒട്ടകത്തെ ആടിനെ മേയ്ക്കുന്ന ഒരു കേസ് കൂടെ റിപ്പോർട്ട് ചെയ്തു. അത് അബ്ബാസ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തെയും അതുപോലെ തന്നെ ഞങ്ങൾ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള പരിചരണങ്ങൾ ചെയ്തിട്ട് നാട്ടിലേക്ക് എത്തിച്ചു. കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ മാത്രമായി 60ഓളം പേരെയാണ് സിദ്ദിഖ് ആടുജീവിതത്തിൽ നിന്നും കരകയറ്റിയത്. ഇവരിൽ 5-ലധികം പേർ മലയാളികളായിരുന്നു എന്നതാണ് പ്രത്യേകത. 1500ഓളം കിലോമീറ്റർ വരെ അകലെ സ്ഥിതി ചെയ്യുന്ന മരുപ്രദേശങ്ങളിൽ എത്തി അതിസാഹസികമായാണ് പലരെയും ഇദ്ദേഹം ജീവിതത്തിന്റെ പച്ചപ്പിലേക്ക് കൈപിടിച്ചു നടത്തിയത്. ഏകദേശം 61ഓളം മരുഭൂമിയിലെ കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും സ്ട്രെയിൻ ആയിട്ടുള്ള ഒരു കേസായിരുന്നു, ഏറ്റവും റിസ്ക് എടുത്തിട്ടുള്ള ഒരു കേസായിരുന്നു അത്. അതിൽ 55 പേരെയാണ് നാട്ടിലേക്ക് കയറ്റിവിട്ടത്. 6 പേര് ഇവിടെ സുരക്ഷിതമായിട്ട് മരുഭൂമിയിൽ തന്നെ അവരുടെ മസ്രയിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ ഏകദേശം 10 പേര് 5-6 വർഷമൊക്കെ ആയിട്ട് മരുഭൂമിയിൽ കുടുങ്ങിയ ആളുകളായിരുന്നു. റുബുൽ ഖാലി, ഈ സൗദി അറേബ്യയുടെയും ഒമാൻ്റെയും യമനിൻ്റെയും ബോർഡറുള്ള റുബുൽ ഖാലി എന്ന് പറയുന്ന സ്ഥലത്താണ് കുടുങ്ങിയിരുന്നത്. അപ്പോൾ അവരൊക്കെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെയൊക്കെ സപ്പോർട്ടോടു കൂടെ ആ സ്ഥലത്ത് പോയിട്ട് അവർ കൊണ്ടുവന്ന് ലീഗലായിട്ട് എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി നാട്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അതിലൊരാൾ മരണപ്പെട്ടു, ബാക്കി എല്ലാവരും സുരക്ഷിതമായിട്ട് നാട്ടിലെത്തി. ആടുജീവിത കേസുകളിൽ മാത്രമല്ല, തൊഴിൽ പ്രശ്നം, അപകടം, നഷ്ടപരിഹാരം, വ്യാജ പരാതികൾ മുതലായ കേസുകളിലും ഇന്ത്യൻ എംബസി അടക്കം സിദ്ദിഖിന്റെ സഹായം തേടാറുണ്ട്. ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ അതിൽ പരിഹാരമുണ്ടാകുന്നതുവരെ കേസിന്റെ ഓരോ ഘട്ടവും പിന്തുടർന്ന് അവരിൽ ഒരാളായി ഇദ്ദേഹം കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് സിദ്ദിഖിന്റെ പ്രത്യേകത എന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ പുഷ്പരാജ് സാക്ഷ്യപ്പെടുത്തുന്നു. സിദ്ദിഖ് തൂരും ഞാനുമായിട്ട് വളരെ കാലത്തെ അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹം എംബസിയായിട്ട് ബന്ധപ്പെട്ട് വിവിധ കാര്യങ്ങളിൽ ബന്ധപ്പെടാറുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തിൽ കണ്ടൊരു ഗുണമെന്ന് പറഞ്ഞാൽ, ഒരു കേസുമായി ബന്ധപ്പെട്ട് വന്നാൽ ആ കേസ് തീരുന്നത് വരെ അത് ഫോളോ അപ്പ് ചെയ്ത് അതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നവരെ അദ്ദേഹം അതിൻ്റെ പിന്നിലുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൻ്റെ സഹജീവിയോടുള്ള ആ സ്നേഹം, തൻ്റെ സഹജീവിക്കെന്ന് ചെയ്തു എന്നുള്ള ചാരിതാർത്ഥ്യം അദ്ദേഹത്തിന് എന്നും ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ മരുഭൂമികളിൽ ഒരുപാട് ആളുകളുണ്ട്, ഇന്ത്യക്കാർ, നമുക്കൊന്നും കണ്ടെത്താൻ പറ്റാത്ത. അപ്പോൾ സിദ്ദിഖ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഔട്ട് ഓഫ് റിയാദിൽ പോകുമ്പോൾ ഇത്തരം ആളുകളെ കണ്ടെത്തുകയും അവരെ അവിടുന്ന് രക്ഷപ്പെടുത്തി എംബസിയിൽ കൊണ്ടുവരികയും, എംബസിയിൽ കൊണ്ടുവരുന്ന രംഗം എന്ന് പറഞ്ഞാൽ താടിയും മുടിയൊക്കെ നീട്ടി നമ്മൾ ആടുജീവിതത്തിലുള്ള നജീബിൻ്റെ അതേ അവസ്ഥയിലുള്ള ആൾക്കാരെയാണ് കൊണ്ടുവരുന്നത്. പിന്നെ അദ്ദേഹത്തിനെ കുളിപ്പിച്ചു, വസ്ത്രമൊക്കെ മാറ്റി, ഒരു എന്താ പറയുക, നല്ല മുടിയൊക്കെ വെട്ടിയതിന് ശേഷം നല്ലൊരു മനുഷ്യപ്രകൃതത്തിലാണ് അദ്ദേഹത്തെ കൊണ്ടുവരാറ്. പിന്നെ അതിന് വേണ്ട മറ്റ് നടപടികൾ, അദ്ദേഹം നാട്ടിലേക്ക് അയച്ചുവിടാനുള്ള എല്ലാ പ്രോസസ്സുകളും, അദ്ദേഹത്തിന് ഒരുപാട് ജവാസത്തിൽ ആളുകളായിട്ടൊക്കെ ബന്ധമുണ്ട്, തർഹീലിലെ ഓഫീസർമാരായിട്ട് ബന്ധമുണ്ട്. അതിനൊരു ജെന്യൂൻ ആയതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിനെ സഹായിക്കുന്നുണ്ട്. ആ ബേസിൽ തന്നെ എല്ലാവർക്കും എക്സിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിരവധി ആളെ, എനിക്ക് തോന്നുന്നു 50-ൽ കൂടുതൽ ആളുകളെ മരുഭൂമികളിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. 10 വർഷത്തെ സാമൂഹിക പ്രവർത്തന ജീവിതത്തിൽ ഏറ്റവും ദുഃഖം പകർന്നതും സന്തോഷം നിറഞ്ഞതുമായ മറക്കാനാകാത്ത പല അനുഭവങ്ങൾക്കും സിദ്ദിഖ് സാക്ഷിയായിട്ടുണ്ട്. മരുഭൂമിയിൽ ആടുജീവിതം നയിച്ചു വരികയായിരുന്ന മുരുകേഷിനെ മോചിപ്പിക്കാനായുള്ള ശ്രമങ്ങൾ നടക്കവേ അയാളുടെ പെട്ടെന്നുണ്ടായ മരണം തന്നെ വല്ലാതെ വേദനിപ്പിച്ചതായി കണ്ണു നിറഞ്ഞുകൊണ്ട് സിദ്ദിഖ് ഓർത്തെടുക്കുന്നു. ഈ മരുഭൂമി ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു സംഗതി, ശിവശരൺ യാദവ് എന്ന് പറയുന്ന ഒരു ഉത്തരേന്ത്യൻ സ്വദേശി റുബുൽ ഖാലിലാണ് അദ്ദേഹം അകപ്പെട്ടിരുന്നത്. നിരന്തരം അദ്ദേഹം കോൺടാക്ട് ചെയ്യായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒമാൻ ബോർഡർ വരെ ഒരു ദിവസം പോയെങ്കിലും അകത്തേക്ക് കയറാൻ പറ്റാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരിച്ചു വന്നു. 3600 കിലോമീറ്ററാണ് അന്ന് യാത്ര ചെയ്തത്. അതിനുശേഷം 2200 കിലോമീറ്റർ വീണ്ടും മറ്റൊരു ദിവസം യാത്ര ചെയ്തെങ്കിലും ആളടുത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നെ ഈ ഈസ്റ്റേൺ പ്രോവിൻസിലെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനിടയിലാണ് ഇങ്ങനൊരു മരണവാർത്ത അറിയുന്നത്. അന്ന് ഹൈവേയിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ വണ്ടി സൈഡാക്കി ഒരു വല്ലാത്തൊരു ഷോക്കിലായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മറ്റു നടപടികളും പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കിലോമീറ്ററുകളും യാത്ര ചെയ്യുകയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡെഡ് ബോഡി നാട്ടിലേക്ക് അയക്കുകയും ചെയ്തു. ഇതിൽ 55 പേരെ നമ്മൾ രക്ഷപ്പെടുത്തിയെങ്കിലും ഈ ഒരു വല്ലാത്തൊരു വേദനയാണ് ഈ ശേഷൻ്റെ മരണക്കേസ് ഇപ്പോഴും ഓർക്കുമ്പോൾ. ഒട്ടേറെ നന്മകൾ നിറഞ്ഞ ഈ നാടിനെയോ
ബഹുഭൂരിഭാഗം വരുന്ന ഇവിടുത്തെ നല്ലവരായ ജനവിഭാഗത്തെയോ ആടുജീവിതത്തിലെ കഥകൾ മാത്രം വിലയിരുത്തിക്കൊണ്ട് അവമതിക്കുന്നത് ശരിയല്ല എന്ന് സിദ്ദിഖ് അടിവരയിട്ട് പറയുന്നു. ഈ ആടുജീവിതം സിനിമ കണ്ടതോടുകൂടെ നജീബിൻ്റെ സ്പോൺസറുടെ ഒരു സ്വഭാവമാണ് ഇവിടെ സൗദികൾ ഉൾപ്പെടെയുള്ള അറബ് സമൂഹത്തിനുള്ളതെന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലർക്കുണ്ട്. പല കമൻറ്റുകളും കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ 55ഓളം കേസുകൾ കൈകാര്യം ചെയ്തതിൽ കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അവിടെയൊക്കെ സഹായത്തിനായിട്ടുണ്ടാകുന്നത് സൗദി അറേബ്യയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ സൗദി പോലീസ്, ഗവർണറേറ്റ് തുടങ്ങിയ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു സപ്പോർട്ടോടു കൂടെയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടു കൂടെയാണ് നമ്മൾ ഇലക്ഷൻ കാണുന്നത്. റിയാദിൽ നിന്ന് മാത്രമല്ല സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദിനം പ്രതി സഹായം തേടി സിദ്ദിഖിനെത്തുന്നത് നൂറുകണക്കിന് കോളുകളാണ്. സൗദിയിൽ അന്ന് സിദ്ദിഖിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ആടുജീവിതത്തിലെ കഥാപാത്രമായ നജീബിന് ഇത്രത്തോളം ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നുവെന്നാണ് റിയാദിലെ ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകനായ നജീമിന്റെ അഭിപ്രായം. സിദ്ദീഖ് തൂരിനെ പോലെ ജീവന പ്രവർത്തകർ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നജീബിന് ആ മരുഭൂമിയിൽ കിടന്ന് അത്രയധികം ദുരിതം അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല. ഇപ്പോൾ അതുപോലുള്ള ഒരുപാട് ആടുജീവിതങ്ങൾ ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് വിസ ഏജന്റുമാർ കബളിപ്പിച്ച് കയറ്റിയിട്ട് ഇവിടെ മറ്റു പല ജോലിക്കെന്നും പറഞ്ഞ് വന്ന് മരുഭൂമിയിൽ അകപ്പെടുന്ന നിരവധി ആളുകൾ, നിരവധി തൊഴിലാളികൾ അവരെ രക്ഷപ്പെടുത്തി എവിടെയാണോ ആ മരുഭൂമിയിൽ പോയി കണ്ടെത്തി രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് നാട്ടിലേക്ക് കയറ്റി വിടുന്ന, അതുവരെ സംരക്ഷിക്കുന്ന, എംബസിയുടെ സഹായത്തോടെ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന, സൗദി പോലീസിൻ്റെ, സൗദി അധികൃതരുടെ സഹായത്തോടെ ഒക്കെ ചെയ്യുന്ന ഒരു അതിസാഹസികനായ ജീവകാരുണ്യ പ്രവർത്തകനാണ് സിദ്ദീഖ് തൂർ. ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് മരുഭൂമിയുടെ വന്യതയിൽ അകപ്പെട്ടുപോയ നിസ്സഹായരായ പല മനുഷ്യർക്കും ആശ്വാസം പകരാൻ ഈ മനുഷ്യൻ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്. ചില കേസുകളിൽ ഭാരിച്ച സാമ്പത്തിക ചെലവുകൾ വരുമ്പോൾ ജീവകാരുണ്യ പ്രവർത്തനം വ്രതമാക്കിയ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുള്ള അകമഴിഞ്ഞ പിന്തുണയും ഇദ്ദേഹത്തിന് ലഭിക്കാറുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കിടയിൽ പലപ്പോഴും വീട്ടുകാര്യങ്ങൾ പോലും മറന്നുപോകുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഗർഭിണിയായ ഭാര്യയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനിരിക്കെ ഒരു ഫോൺ കോൾ എത്തി. ഗുരുതരമായ നിയമപ്രശ്നത്തിൽ അകപ്പെട്ടുപോയ ഒരു മലയാളിയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ ഫോൺ കോൾ. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സുഹൃത്തുക്കളെ ഏൽപ്പിച്ച് രക്ഷാപ്രവർത്തനത്തിനായി വിദൂര ദേശത്തേക്ക് തിരിച്ചു അന്ന് സിദ്ദിഖ്. 2 ദിവസത്തിന് ശേഷമായിരുന്നു സിദ്ദിഖ് തിരിച്ചെത്തിയത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അകമഴിഞ്ഞ് പിന്തുണ നൽകുന്ന ഭാര്യ ബാസിമയും മക്കളായ നേഹാമറിയവും സാറാമറിയവുമാണ് സിദ്ദിഖിന്റെ കരുത്ത്. സ്കൂളിൽ എൻ്റെ ഉപ്പായെ പറ്റി കുറേ ടീച്ചേഴ്സിനോടൊക്കെ പറയാറുണ്ട്. ഞാൻ പറയും എനിക്ക് പ്രൗഡാണ് എൻ്റെ ഉപ്പായെ പറ്റി. ഇപ്പോൾ എല്ലാവർക്കും അറിയാം എൻ്റെ ഉപ്പാനെ. സ്കൂൾ പഠനകാലത്ത് NCCയുടെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ നിന്നും ലഭിച്ച പരിശീലനമാണ് ജീവകാരുണ്യ രംഗത്ത് തന്നെ മികച്ചൊരു പ്രവർത്തകനാക്കാൻ പ്രാപ്തനാക്കിയതെന്ന് സിദ്ദിഖ് പറയും. കൂടാതെ മാതാപിതാക്കളുടെ മാതൃകയും ഏറെ പ്രചോദനമായിരുന്നു. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും പ്രചോദനമായിട്ടുള്ളത് മരണപ്പെട്ടു പോയ എൻ്റെ ഉപ്പയും ഉമ്മയും തന്നെയാണ്. പിന്നെ ഈ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ കുടുംബത്തിൻ്റെ സപ്പോർട്ട്, ഭാര്യയും മക്കളുടെയൊക്കെ സപ്പോർട്ട് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം പലപ്പോഴും കിലോമീറ്ററുകളും ദിവസങ്ങളോളം വിട്ടു നിൽക്കേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടാവാറുണ്ട്. മരുഭൂമി യാത്രയിലൊക്കെ 23 ദിവസം ഒരു ലോങ് യാത്ര നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സൗദി അറേബ്യയുടെയും ഒമാൻ്റെയും യമൻ്റെയൊക്കെ ബോർഡറായ റുബുൽ ഖാലിയിൽ 3 ദിവസം നെറ്റ്വർക്ക് പോലും ഇല്ലാതെ കഴിഞ്ഞ സാഹചര്യമുണ്ട്. മനസ്സിൽ മരുഭൂമിയുടെ പൊള്ളുന്ന ചൂടും തണുത്തു മരവിച്ച വികാരങ്ങളും പേറി ആട്ടിടയന്മാരായി ജീവിതം തള്ളി നീക്കുന്ന ഒരു പറ്റ മനുഷ്യർക്ക് എന്നും പ്രതീക്ഷയുടെ പച്ചപ്പാണ് സിദ്ദിഖ് തുവൂർ എന്ന മനുഷ്യസ്നേഹിയായ ഈ ചെറുപ്പക്കാരൻ. ഈ പുണ്യ റമദാൻ മാസത്തിൽ സ്നേഹത്തിൻ്റെ ഇഫ്താർ കിറ്റുകൾ ഒരുക്കി മാതൃകയാവുകയാണ് ABC കാർഗോ. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഇവർ ഇഫ്താർ കിറ്റുകൾ എത്തിച്ചു നൽകുന്നത്. മണലാരണ്യത്തിൽ കഷ്ടപ്പാടുകളും ദുരിതവും പേറുന്ന പ്രവാസികൾക്ക് കാരുണ്യത്തിന്റെ സ്നേഹസ്പർശവുമായാണ് ഇത്തവണയും ABC കാർഗോ രംഗത്തെത്തിയത്. വിശുദ്ധ റമദാനിൽ ദുബായിലെയും ഷാർജയിലെയും വിവിധയിടങ്ങളിലെ ലേബർ ക്യാമ്പുകളിലേക്ക് സ്നേഹത്തിന്റെ ഇഫ്താർ പൊതികളുമായാണ് ABC മാനേജ്മെന്റും ജീവനക്കാരും എത്തിച്ചേരുന്നത്. മുൻ വർഷങ്ങളിലും ABC ഇത്തരത്തിൽ സാധാരണക്കാരിലേക്ക് പുണ്യമാസത്തിൽ ഭക്ഷണവുമായി എത്തിയിരുന്നു.
ദുരിതം അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പുക എന്ന ലക്ഷ്യത്തോടെയാണ് ABC കാർഗോ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് തുടക്കമിട്ടത്. മരുഭൂമിയിൽ ലേബർ ക്യാമ്പുകളിലും മറ്റുമുള്ള ആയിരക്കണക്കിന് സാധാരണക്കാരായ പ്രവാസികളുണ്ട്. അവർക്ക് കഴിയുന്നത്ര ആശ്വാസം എത്തിക്കുക എന്നതാണ് ഈ റമദാനിൽ ലക്ഷ്യം. ഓരോ പ്രവാസിക്കും കാരുണ്യത്തിന്റെയും സന്തോഷത്തിന്റെയും നിമിഷങ്ങളാണ് ABCയുടെ ഇഫ്താർ വിരുന്ന് സമ്മാനിക്കുന്നത്. എല്ലാ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും നമ്മൾ എല്ലാ റമദാൻ ദിവസവും UAE-യിലായാലും ശരി, സൗദിയിലായാലും ശരി, അതുപോലെ ഇന്ത്യയിലായാലും ശരി ഇഫ്താർ വിരുന്നുകൾ നടത്തി വരാറുണ്ട്. ഇന്നിപ്പോൾ നമ്മളുള്ളത് ഷാർജ സജ്ജയിലാണ്. നമ്മുടെ സ്ഥിരമായിട്ട് ഉള്ള ക്യാമ്പ്സ് എന്ന് പറയുന്നത് അൽക്കൂസിലും DIP-യിലും ജബലാലിയിലുമാണ്. ഈ വർഷമാണ് നമ്മൾ സജ്ജയും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മളുള്ളത് ഈ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പുതിയ 3 ക്യാമ്പുകളിൽ ഒരെണ്ണമാണ്. ഇത്തവണ മുൻ വർഷങ്ങളിൽ നിന്നും കൂടുതൽ വിപുലപ്പെടുത്തിയാണ് പരിപാടി നടത്തിയത്. UAE-യിൽ മാത്രമല്ല, ABC ശാഖകളുള്ള സൗദിയിലും കേരളത്തിലെ പലയിടങ്ങളിലും ഇത്തരത്തിൽ ഇഫ്താർ വിതരണം നടത്തി വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇഫ്താർ വിരുന്നുകളും കമ്പനി സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഷാർജ സജ്ജയിൽ നടത്തിയ ഇഫ്താർ വിരുന്നിൽ 100 കണക്കിന് തൊഴിലാളികളാണ് പങ്കെടുത്തത്. ജാതി മത ഭേദമന്യേ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്ന തൊഴിലാളികളുടെ സന്തോഷവും സംതൃപ്തിയും തങ്ങൾക്ക് കൂടുതൽ ആവേശവും പ്രചോദനവും പകർന്നതായും അടുത്ത തവണ കൂടുതൽ ആളുകളിലേക്ക് ഈ സേവനം വ്യാപിപ്പിക്കുമെന്നും ABC മാനേജ്മെന്റ് വ്യക്തമാക്കി. വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ ഓരോ വർഷവും നമ്മളിങ്ങനെ പദ്ധതി വിപുലീകരിച്ചാണ് വരുന്നത്. അതിന് ഏറ്റവും വലിയ പിന്തുണ ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങളുടെ ചെയർമാൻ ഡോക്ടർ ഷെരീഫ് അബ്ദുൽ ഖാദർ സാറാണ്. ഈ വർഷം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ 3 ക്യാമ്പുകൾ ആദ്യമായിട്ട് ചേർത്തിട്ടുണ്ട്. വരും വർഷങ്ങളിലും ഈ പദ്ധതി ഇതിലും വിപുലീകരിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ജീവകാരുണ്യ മേഖലയിൽ എന്നും സജീവമായി നിൽക്കുന്ന ABC കാർഗോ ഇതര സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. വരും വർഷങ്ങളിലും ഇതുപോലുള്ള സാമൂഹിക സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ABC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഡോക്ടർ ഷെരീഫ് അബ്ദുൽ ഖാദർ അറിയിച്ചു. ഒരു മാസക്കാലം സ്വന്തമായി വിഭവങ്ങൾ പ്രത്യേകമായി തയ്യാറാക്കി ആവശ്യക്കാരെ കണ്ടെത്തിയാണ് ഇഫ്താർ വിരുന്നൊരുക്കുന്നത്. അൽക്കൂസിലുണ്ട്, ജബലാലിയിലുണ്ട്, അതുപോലെ DIP-യിലുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സജ്ജയിൽ 3 ഇന്നിപ്പോൾ അതിലൊരു സ്ഥലത്താണ് പോകുന്നത്. ABC മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ജീവനക്കാരും മറ്റ് സഹപ്രവർത്തകരും ചേർന്നാണ് ഇഫ്താർ കിറ്റ് വിതരണവും ഇഫ്താർ വിരുന്നുകളും നടത്തുന്നത്. ദിവസവും നിരവധി ആളുകൾക്കാണ് ഇത്തരത്തിൽ ABC വിരുന്നെത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അറേബ്യ ദിസ് വീക്കിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറേബ്യൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറേബ്യ ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.